T20 പരമ്പര അവസാനിച്ചു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിനത്തിന് വേണ്ടിയാണ്. മലയാളി തന്നെ സഞ്ജു സാംസൺ ഏകദിനത്തിനുണ്ട്. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ആദ്യ ഏകദിനം. രാഹുലാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഏകദിന ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യത്തെ ഏകദിനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. T20 പരമ്പര ഇന്ത്യക്ക് നേടാൻ സാധിച്ചില്ല. സമനിലയിലാണ് കളി അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകദിന പരമ്പരയെങ്കിലും ഇന്ത്യക്ക് നേടേണ്ടതുണ്ട്. സഞ്ജു സാംസൺ കുറെ കാലത്തിന് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരുന്നത്. ഇപ്രാവശ്യം സഞ്ജു തകർത്തടിക്കുമെന്ന വിശ്വാസത്തിലാണ് മലയാളി ആരാധകർ. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ആദ്യ ഏകദിനം. ഉച്ചയ്ക്ക് 1:30 മാച്ച് ആരംഭിക്കുന്നത്. ഇനി ഇന്ത്യൻ ടീമിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ രാഹുലും ഋതുരാജുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. തിലക് വർമ്മ വൺ ഡൗണിൽ കളിക്കും. 4-ാം നമ്പറിൽ ശ്രേയസ് ആയിരിക്കും ഉണ്ടാവുന്നത്. 5-ാം നമ്പറിലായിരിക്കും സഞ്ജു കളിക്കുന്നത്. പേസർമാരായിട്ട് ആവേശ് ഖാൻ, ഹർഷദീപ് സിംഗ്, ദീപക് ചഹർ ഇവരായിരിക്കും ഉണ്ടാവുന്നത്. T20 പോലെ ഈസി ആയിരിക്കില്ല ഏകദിനം. വേൾഡ് കപ്പിൽ തന്നെ സൗത്ത് ആഫ്രിക്ക മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഏകദിനം ഇന്ത്യക്ക് കുറച്ചും കൂടി ടഫായിരിക്കും. സഞ്ജു പ്രാവശ്യം 2 കളിപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഏകദിനത്തിൽ സഞ്ജുവിന്റെ ഒരു ആറാട്ടം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സഞ്ജു 5-ാം നമ്പറിലായതുകൊണ്ട് താരത്തിന് ബാറ്റിംഗ് കിട്ടുമോ എന്നത് സംശയമാണ്. രാഹുലിന്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുമായിട്ട് കളിക്കാൻ പോകുന്നത്. 3 ഏകദിനമാണ് ഇന്ത്യ ഇവരുമായിട്ട് കളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഏകദിനത്തിലുള്ള ഇന്ത്യയുടെ സാധ്യത ഇല്ലെന്ന് നോക്കാം. രാഹുൽ, ഋതുരാജ്, തിലക് വർമ്മ, ശ്രേയസ് അയ്യർ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ആവേശ് ഖാൻ, ഹർഷദീപ് സിംഗ്, ദീപക് ചഹർ ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. വേൾഡ് കപ്പിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഏകദിന സീരീസാണ് സൗത്ത് ആഫ്രിക്കയുമായിട്ട്. രോഹിത് ശർമ്മ, കോഹ്ലി ഒന്നും തന്നെ ഏകദിനത്തിനില്ല. ടെസ്റ്റ് സീരീസിലായിരിക്കും അവർ മടങ്ങി വരുന്നത്. റിങ്കു സിംഗിനെ ഏകദിനത്തിലും എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ മെയിൻ ഫിനിഷർ അത് റിങ്കു ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.